ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ ഇന്ന് 16ാമത്തെ ലെസൺ ആണ് നമുക്ക് ഇന്ന് തുടങ്ങേണ്ടത് അല്ലേ? എന്താണ് പേര് പടത്തിന്റെ? കുറുക്കൻ രാജാവായ കഥ. എന്താണ് കുറുക്കൻ? കുറുക്കനെ അറിയില്ല നിങ്ങൾക്ക്? ഫോക്സിനെ. കുറുക്കൻ രാജാവായ കഥ അല്ലേ? അതാണ് പേര്. ഓക്കെ, അതിൽ കുറെ പേരിൽ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ? ചിത്രത്തിൽ ആരൊക്കെയാ കാണുന്നേ? ആരൊക്കെയുണ്ട് അതില്? ആരൊക്കെയുള്ളത്? മുക്താസിമ കാര്യമായിട്ട് പറയുന്നത് ആരൊക്കെയുള്ളത് പിക്ചറില്? ഫോക്സ്, rabbit, horse, giraffe, elephant. അപ്പൊ ഒരുപാട് ആളെ നമ്മൾ അതിൽ കാണുന്നുണ്ട് അല്ലേ? ജിറാഫ്, ഫോക്സ്, പിന്നെ ആര്? താഴെ ആരാ ഇരിക്കുന്നേ? മുയലൊക്കെ. ഇപ്പൊ ഒരുപാട് ആളെ കാണുന്നുണ്ടല്ലേ? പിന്നെയോ കുറുക്കൻ രാജാവായ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിന്റെ പേരെന്താണ്? കുറുക്കൻ രാജാവായ കഥ. ഓക്കെ, ആദ്യം മിസ് അതൊന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് പറയാം അല്ലേ? കാട്ടിലെ രാജാവ് നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ ഏതോ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാട്ടിലെ രാജാവ് ആരാണ്? കാട്ടിലെ രാജാവ് ആരാണ് നീലാഞ്ജന? സിംഹം. സിംഹം. അപ്പോ ശ്രദ്ധിക്കുക, കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. മൃഗങ്ങൾ ആകെ കുഴഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? അത് ഒന്നുകൂടി ഇത് മുഴുവൻ വായിച്ചിട്ടാകുമ്പോ മിസ് പറയാം. അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. നീലമൃഗം തന്റെ വീരകഥകൾ വർണ്ണിച്ചു. അവസാനം അതിനെ രാജാവായി തിരഞ്ഞെടുത്തു. ജീവിതം വളരെ സുഖകരം. രാജകീയ ഭക്ഷണം, നല്ല ഉറക്കം, വേണ്ടത്ര പരിചാരകർ. ഒരിക്കൽ വയറു നിറഞ്ഞപ്പോൾ പുതിയ രാജാവ് അറിയാതെ കൂവിപ്പോയി. കുറുക്കന്റെ കൂവൽ. അപ്പോഴാണ് രാജാവിന്റെ കള്ളി വെളിച്ചത്തായത്. നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു അത്. മനസ്സിലായോ കുറുക്കൻ എങ്ങനെയാ രാജാവായതെന്ന്? അപ്പൊ നീല നിറമുള്ള ജീവി ആരായിരുന്നു? കുറുക്കനായിരുന്നു അല്ലേ? അപ്പൊ ഒന്നുകൂടി വായിക്കാം. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി അല്ലേ? സിംഹം മരിച്ചുപോയ സമയത്ത് രാജാവില്ലാത്തൊരവസ്ഥ വന്നു അല്ലേ കാട്ടില്? എന്നാലും കുറെ രാജാവ് ഉണ്ടാവും അല്ലെ? ചോദ്യം വരാം, എന്ത് കൊറേ സിംഹം ഉണ്ടാവില്ലേ? അപ്പൊ ആരെയും ഒരാളെ സിംഹത്തിനെ തന്നെ ആക്കിയാ പോരെ അല്ലേ? ഒരു സിംഹേ ഉണ്ടാവുള്ളൂ കാട്ടില്. പക്ഷെ ഇതിലിങ്ങനെയാ പറയുന്നേ, കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. എന്ത് ചെയ്യും നമ്മള്? പുതിയൊരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു യോഗം കൂടും അല്ലേ? ഒരു മീറ്റിംഗ് കൂടും. അങ്ങനെയല്ലേ ഉണ്ടാവുക? നമ്മൾ കാണാറില്ലേ കുറെ മീറ്റിംഗ്? പാർട്ടിയുടെ മീറ്റിംഗ്, കുടുംബശ്രീ മീറ്റിംഗ് അല്ലെ? അങ്ങനെ ഒരുപാട് മീറ്റിംഗ്. അതുപോലെ കാട്ടിലെ രാജാക്കന്മാരും ഒക്കെ ഒത്തുകൂടി അല്ലെ? ഒരു യോഗം ചേർന്നു. ആരെ തിരഞ്ഞെടുക്കും? അപ്പൊ യോഗം കൂടിയ സമയത്ത് ആരെയാണ് പുതിയ രാജാവായി തിരഞ്ഞെടുക്കേണ്ടത് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യും? എന്തായാലും അതാൾ അവരവന്റെ പേര് പറയില്ല അല്ലെ? അവൻ, ഇവൻ, അവൻ എന്ന് പറയുകയുള്ളൂ. അപ്പോ ആരെ തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചു. ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞു അല്ലെ? അവനവന്റെ പേര് ആരും പറഞ്ഞില്ല, മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല അല്ലെ? സമ്മതം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും തൃപ്തികരമായ അല്ലെ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. വായിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി നോക്കണേ. മിസ് എന്താ വായിക്കുന്നത്? എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. മൃഗങ്ങൾ ആകെ കുഴഞ്ഞു, ആകെ ധർമ്മസങ്കടത്തിലായി. എന്താ? ആരെയാണ് പുതിയ രാജാവാക്കുക എന്ന ഒരു സങ്കടം എല്ലാവർക്കും വന്നു അല്ലെ? അത്ര ആ ഒരു പാരഗ്രാഫ് മനസ്സിലായോ മക്കളെ? എന്താണ്? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ പറഞ്ഞത്? കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. അപ്പൊ മിസ്സിനോട് അടുത്ത ചോദ്യം ചോദിക്കാൻ പാടില്ല, ഇനിയും സിംഹം ഇഷ്ടം പോലെ ഇല്ലേന്ന് ചോദിക്കരുത് കേട്ടോ. ഉണ്ട്, പക്ഷെ സിംഹത്തിനാ അല്ല. അപ്പൊ പകരം രാജാവിനെ, കണ്ടോ? രാജാവിനെ എങ്ങനെയാ എഴുതുന്നേ? ശ്രദ്ധിക്കണം. രാജാവിനെ തിരഞ്ഞെടുക്കാൻ അല്ലെ? അടുത്ത
തിരഞ്ഞെടുക്കുക പറഞ്ഞെന്താ അടുത്ത സ്ഥാനത്തേക്ക് അല്ലെ. തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അടുത്ത സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ടല്ലേ നിൽക്കുന്നില്ലേ, അതുപോലെ ആരെയാണ് അടുത്ത രാജാവാക്കുക എന്ന തീരുമാനം. അതിനാണ് തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി ഒരു സ്ഥലത്ത് ചേർന്നു അല്ലെ. അപ്പൊ ആരെ തിരഞ്ഞെടുക്കും? അതായിരുന്നു യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം അല്ലെ. എന്താണ്? ആരെയാണ് തിരഞ്ഞെടുക്കുക പുതിയ രാജാവായിട്ട് എന്ന്. ഓരോ മൃഗവും എന്ത് പറഞ്ഞു? ഒരു മൃഗം പറഞ്ഞ അടുത്ത ആളുടെ പേര് പറഞ്ഞു അല്ലെ. അങ്ങനെ ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞു. അവനാവും ഇവനാവും എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ അവർക്ക് കണ്ടെത്താനായില്ല. മൃഗങ്ങളാകെ കുഴഞ്ഞു. എന്താ ചെയ്യുക? പുതിയ രാജാവില്ല കാട്ടിൽ. അതുകൊണ്ട് തന്നെ ആരെയാണ് പുതിയ രാജാവാക്കി വാഴിക്കുക എന്നൊരു ധർമ്മസങ്കടത്തിലായി കുഴഞ്ഞു പോയി എല്ലാവരും അല്ലേ. അപ്പോഴാണ് അടുത്ത പേജ് എത്തിയേ, പേജ് നമ്പർ 58. ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത് അല്ലെ. ഈ നീല നിറമുള്ള മൃഗം ഏതാണെന്ന് എല്ലാവരും അമ്പരന്നു പോയി അല്ലെ. സദസ്സിലേക്ക് കയറി വന്നു. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. നീലമൃഗം തന്റെ വീരകഥകൾ വർണ്ണിച്ചു അല്ലെ. നീലമൃഗം എന്ത് ചെയ്തു? ഞാൻ ഭയങ്കര വീരകഥകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയോ ധീരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള, അതായത് സാഹസ്യമായ കുറെ കാര്യങ്ങളൊക്കെ വർണ്ണിച്ചു അല്ലെ. അവസാനം അതിന്റെ അന്ത്യത്തിൽ എന്ത് ചെയ്തു? അതിനെ രാജാവായി തെരഞ്ഞെടുത്തു അല്ലെ. ആ മൃഗം ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? മൃഗങ്ങളെല്ലാം തീരുമാനിച്ചു ഇവൻ തന്നെയാണ് രാജാവാൻ ഏറ്റവും നല്ല ആളെന്ന് തീരുമാനിച്ചിട്ട് എന്ത് ചെയ്തു? ആ മൃഗത്തെ എന്ത് ചെയ്തു? രാജാവായി തിരഞ്ഞെടുത്തു. അങ്ങനെ ജീവിതം വളരെ സുഖകരം. ഇപ്പൊ രാജാവായി കഴിഞ്ഞാൽ എങ്ങനെയാ? ജീവിതം വളരെ സുഖകരം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സുഖപ്രദമാണ് അല്ലെ. നല്ല സുഖത്തിൽ ജീവിക്കാൻ എന്തൊക്കെയാണ്? രാജകീയ ഭക്ഷണം വായിക്കുന്നത് നോക്കണേ. രാജകീയ ഭക്ഷണം, നല്ല ഉറക്കം. അപ്പൊ ഫുൾ സ്റ്റോപ്പ് വരുമ്പോ നിങ്ങൾ നിർത്തണം കേട്ടോ. വായിക്കുമ്പം ജീവിതം വളരെ സുഖകരം, രാജകീയ ഭക്ഷണം, നല്ല ഉറക്കം, വേണ്ടത്ര പരിചാരകർ. രാജാവാകുമ്പോ സുഖിച്ച് കഴിയാല്ലേ, ഒന്നും ടെൻഷനില്ല. നല്ല ഭക്ഷണം കിട്ടും, നല്ല ഉറക്കം കിട്ടും, പിന്നെന്താ വേണ്ടത്ര പരിചാരകർ ഉണ്ടാവും അല്ലെ. എല്ലാരും രാജാവിന് കുറെ പരിചാരകന്മാരും ഉണ്ടാവും, വേലക്കാരല്ലേ. ഒരിക്കൽ വയറു നിറഞ്ഞപ്പോൾ പുതിയ രാജാവ് അറിയാതെ കൂവിപ്പോയി അല്ലെ. എന്ത് ചെയ്തു? കുറുക്കൻ കൂക്കുവല്ലേ. അപ്പൊ കുറുക്കൻ മറ്റ് നീലമൃഗാന്ന് പറഞ്ഞാ നിൽക്കുന്നിപ്പോ അവിടെ വീരകഥകളൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ആ മൃഗം രാജാവായത്. അപ്പോ വയറൊക്കെ നിറഞ്ഞ് സുഖമായി ഇറങ്ങാൻ നോക്കിയ സമയത്ത് അറിയാതെ കുറുക്കൻ എന്ത് ചെയ്തു? കുറുക്കൻ കൂവിപ്പോവല്ലേ. അങ്ങനെ കുറുക്കൻ എന്ത് ചെയ്തു? അറിയാതെ കൂവിപ്പോയി. അപ്പൊ കൂവുന്ന സമയത്ത് മനസ്സിലായി അല്ലേ, കുറുക്കന്റെ കൂവലാന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോഴാണ് രാജാവിന്റെ കള്ളി പറഞ്ഞെന്താ? കള്ളത്തരം അല്ലേ. കള്ളത്തരം വെളിച്ചത്തായത്. എല്ലാവർക്കും മനസ്സിലായി ഇത് കുറുക്കനാണ്, നീല കളറ് ആയതേ ഉള്ളൂ, ഇത് കുറുക്കനാണ് ആ മൃഗം എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതാ പറഞ്ഞല്ലേ, നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാൽ എപ്പോഴെങ്കിലും പിടിയിലാവുമല്ലേ നമ്മള്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം? നമ്മൾ എന്ത് ചെയ്യണം? നേരായ മാർഗത്തിലാണ് പോകേണ്ടത് അല്ലെ. അതുപോലെ കള്ളത്തരൊന്നും നമ്മൾ കളിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ കളിച്ചാലും അത് എപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും? വെളിച്ചത്ത് വരും അല്ലേ. നല്ല മക്കളായിട്ടാണ് നിങ്ങളും വളരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? എപ്പോഴായാലും നമ്മൾ തന്നെയാണ് അല്ലെ. എങ്ങനെയായാലും എത്ര കള്ളത്തരം കാണിച്ചാലും അത് പിന്നീട് പിടിക്കപ്പെടും. അങ്ങനെ രാജാവിന്റെ കള്ളി വെളിച്ചത്തായി അല്ലേ. എന്ത് ചെയ്തു? അറിയാതെ അവരെ ജന്മസഹജമായ കൂവൽ പുറത്തെടുത്തു. നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു. അറിയാതെ വീണതാണ്, പക്ഷെ അറിയാതെ വീണ കുറുക്കനായിരുന്നു ആര്? ഈ നീലമൃഗന്ന് പറഞ്ഞത് അല്ലേ. അപ്പോ കുറുക്കൻ തന്നെയായിരുന്നു. കുറുക്കൻ വീരകഥകളൊക്കെ പറഞ്ഞ് അല്ലെ, കള്ളത്തരം കാണിച്ചിട്ട് എന്തായി? രാജാവായി. എന്തുകൊണ്ടാ? ജീവിതം വളരെ സുഖകരമാണ്. പിന്നെന്തൊക്കെയുണ്ട്? രാജകീയ ഭക്ഷണം ഉണ്ട്, നല്ല ഉറക്കം ഉണ്ട്, വേണ്ടത്ര പരിചാരകരുണ്ട് അല്ലേ.
അപ്പോ ഇങ്ങനെ സുഖിച്ച് വാഴാമെന്നുള്ള മോഹത്തോടുകൂടി ആര് കുറുക്കൻ വീരകഥകളൊക്കെ പറഞ്ഞ് കള്ളത്തരൊക്കെ പറഞ്ഞ് എന്തായി രാജാവായി വാണു. പക്ഷെ അതെങ്ങനെയായി? പുറത്തായില്ലേ? ആ വിവരം എങ്ങനെയായാലും മനസ്സിലാവും. നമ്മൾ എന്ത് കള്ളത്തരം, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണ്? നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാലും അത് ഇന്നല്ലെങ്കിൽ നാളെ എന്താവും? പുറത്തറിയുക തന്നെ ചെയ്യും അല്ലേ? അപ്പോ നമുക്കുള്ള കഴിവുകളെ നമ്മൾ പറഞ്ഞാൽ മതി അല്ലേ? വെറുതെ വീരകഥകളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലെ? എന്നിട്ട് നമ്മൾ രാജാവായാലും അതൊക്കെ അല്പായുസേ അതിനുണ്ടാവും അല്ലേ? അത് ഇല്ലാതെ ആവും. അപ്പൊ നമുക്ക് വെറുതെ കുറുക്കൻ കുറെ നുണയൊക്കെ പറഞ്ഞിട്ട് രാജാവായി, പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് പോയി അല്ലേ? താഴെ വീണു, തരിപ്പടായി. അപ്പൊ എന്ത് ചെയ്യാ? നമ്മളെല്ലാവരും നല്ല മക്കളായി വളരുക. നുണയൊന്നും പറയാതെ, കള്ളത്തരൊന്നും കാണിക്കാതെ എന്ത് ചെയ്യണം? നല്ല മക്കളായിട്ടാണ് വളരേണ്ടത് അല്ലേ? അപ്പോ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഈ കഥ പറഞ്ഞു തന്ന ഗുണപാഠം? കള്ളത്തരൊന്നും കാണിക്കാൻ പാടില്ല അല്ലേ? ഒരിക്കലും കള്ളത്തരം കാണിക്കരുത്. നമ്മൾ കള്ളത്തരം കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വെളിച്ചത്താവുക തന്നെ ചെയ്യും അല്ലേ? ഓക്കെ. അപ്പൊ ഈ കഥ എന്താണ്? ആ ഒരു ഗുണപാഠം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ കഥ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പറയാട്ടോ. ഈ കഥ കാണാതെ പഠിക്കണം, കുറുക്കന്റെ കഥ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മത്സരത്തിനൊക്കെ കഥ പറയാൻ പറയുമ്പോ നമുക്കിത് പറയാം അല്ലേ? പഠിച്ചു വെക്കണേ എല്ലാവരും. എന്നിട്ട് എന്ത് പറയണം? കഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗുണപാഠവും കൂടി അവിടെ പറയണം അല്ലേ? നമ്മൾ ഓരോ കഥകളും ഓരോ ഓരോ പാഠങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാവണം അല്ലേ? ഓക്കെ. അപ്പോ ഇതാണ് ഇത് കുറുക്കൻ രാജാവായ കഥ. നമുക്ക് ഒന്നുകൂടി വായിക്കാം. നമുക്കിത് കാണാതെ പഠിക്കണം കേട്ടോ. നമുക്ക് കഥ പറഞ്ഞൂടെ? കഥ പറയാൻ പഠിക്കാലോ. അപ്പോ കുറുക്കന്റെ കൗശലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറയാം അല്ലേ? കുറുക്കൻ രാജാവായ കഥ എന്ന് പറയുന്നത് കുറുക്കന്റെ കൗശലെന്നോ എന്തെങ്കിലും പറയാം നമുക്ക്, അല്ലെങ്കിൽ കുറുക്കന്റെ കള്ളത്തരെന്നോ. അപ്പോ ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കുക എല്ലാ മക്കളും. ആരൊക്കെയാണ് ഇവിടെ കുരുത്തക്കേട് കളിക്കുന്നവര്? എഴുന്നേറ്റ് നടക്കുന്ന ആളൊക്കെ ഞാൻ കാണുന്നുണ്ടേ. ഓക്കെ. രാവിലെ തന്നെ ബോറടിച്ചോ മുത്താസിം? ഉഷാറല്ലേ ആള്? ആണോ? അതെ അല്ലേ? ഓക്കെ. ആരാണ് അവിടെ ചാഞ്ഞിരിക്കുന്ന ആള്? സാവിയോ, നേരെ ഇരുന്നേ മോനെ. എല്ലാരെയും മിസ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആയിരിക്കും കാണുന്നൊന്നുമില്ല, എല്ലാരെയും കാണുന്നുണ്ടേ. അപ്പോ നമുക്കൊന്നുകൂടി വായിക്കാതെ പാഠത്തിലേക്ക് ശ്രദ്ധിക്കണേ. കാട്ടിലെ വായിക്കുന്ന എന്നാന്ന് നോക്കിക്കോ. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ക്വസ്റ്റ്യൻ മാർക്കാ വരുന്നല്ലേ. ആരെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. മൃഗങ്ങളാകെ കുഴഞ്ഞു. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? നെക്സ്റ്റ്. അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. നീലമൃഗം തൻ്റെ വീരകഥകൾ വർണ്ണിച്ചു. അവസാനം അതിനെ രാജാവായി തിരഞ്ഞെടുത്തു. ജീവിതം വളരെ സുഖകരം. രാജകീയ ഭക്ഷണം, നല്ല ഉറക്കം, വേണ്ടത്ര പരിചാരകർ. ഒരിക്കൽ വയറു നിറഞ്ഞപ്പോൾ പുതിയ രാജാവ് അറിയാതെ കൂവിപ്പോയി. കുറുക്കന്റെ കൂവൽ. അപ്പോഴാണ് രാജാവിന്റെ കള്ളി വെളിച്ചത്തായത്. നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു അത്. അപ്പൊ നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു അത്. മനസ്സിലായോ ഇത്? അപ്പൊ ഇത് വായിക്കാൻ ഇപ്പം പറ്റുമല്ലോ. ഒന്നുകൂടി വായിക്കണോ മിസ്? ആർക്കെങ്കിലും വായിക്കാനാവോ? ഷഹബറ, എത്ര സമയമായി ഷഹബറ? ഷഹബറ കാര്യമായിട്ട് വായിച്ചു നോക്കുകയാണ്. അപ്പൊ ആർക്കെങ്കിലും വായിക്കാനാവോ ഇപ്പോ? ഇല്ല. ഒന്നുകൂടി വായിക്കാം. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി.
പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ കണ്ടോ, മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. മൃഗങ്ങളാകെ കുഴഞ്ഞു. ഓക്കെ, ഒരു പാരഗ്രാഫ് മനസ്സിലായോ? അത് ഒന്നുകൂടി വായിക്കാം. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. മൃഗങ്ങൾ ആകെ കുഴഞ്ഞു. അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. എന്താണ് ആദ്യത്തെ? അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. നീലമൃഗം തൻ്റെ വീരകഥകൾ വർണ്ണിച്ചു. അവസാനം അതിനെ രാജാവായി തിരഞ്ഞെടുത്തു. ഒന്നുകൂടി വായിക്കാം പാരഗ്രാഫ്. അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. നീലമൃഗം തൻ്റെ വീരകഥകൾ വർണ്ണിച്ചു. അവസാനം അതിനെ രാജാവായി തിരഞ്ഞെടുത്തു. ജീവിതം വളരെ സുഖകരം. കണ്ടോ, ജീവിതം വളരെ സുഖകരം. രാജകീയ ഭക്ഷണം, നല്ല ഉറക്കം, വേണ്ടത്ര പരിചാരകർ. ഒരിക്കൽ വയറു നിറഞ്ഞപ്പോൾ പുതിയ രാജാവ് അറിയാതെ കൂവിപ്പോയി. കുറുക്കന്റെ കൂവൽ. അപ്പോഴാണ് രാജാവിന്റെ കള്ളി വെളിച്ചത്തായത്. നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു അത്. മനസ്സിലായോ അത്? അപ്പൊ മൂന്നാമത്തെ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. ജീവിതം വളരെ സുഖകരം, രാജകീയ ഭക്ഷണം, നല്ല ഉറക്കം, വേണ്ടത്ര പരിചാരകർ. ഒരിക്കൽ വയറു നിറഞ്ഞപ്പോൾ പുതിയ രാജാവ് അറിയാതെ കൂവിപ്പോയി. കുറുക്കന്റെ കൂവൽ. അപ്പോഴാണ് രാജാവിന്റെ കള്ളി വെളിച്ചത്തായത്. നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു അത്. ഓക്കെ, അപ്പൊ കഥ വായിച്ചില്ലേ? കാട്ടിലെ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ടാകും? അറിയാലോ നിങ്ങൾക്ക് കാട്ടിലെ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ട് എന്ന് അറിയോ? ആ പിക്ചറിൽ കുറെ മൃഗങ്ങളുണ്ട്. പിന്നെയും ഒരുപാട് മൃഗങ്ങളുണ്ട്. ആരൊക്കെയാണ് കാട്ടിലെ മൃഗങ്ങള്? ആർക്കൊക്കെ പറയാനാവും കാട്ടിലെ മൃഗങ്ങളെ? ബിയോണ കഴിവെക്കും. ആരാണ് ബിയോണ? ആരൊക്കെയാണ്? ആദ്യം ജിറാഫ് ഉണ്ട്, ഫോക്സ് ഉണ്ട്, കഴുതയുണ്ട്, ഡോങ്കി ഉണ്ട്. കഴുതയില്ലേ? കാട്ടിൽ കഴുതയില്ലേ? അപ്പൊ സിംഹം, മാന, കുറുക്കൻ, കഴുത, മൂങ്ങ, മുയല് അല്ലേ, ഫോക്സ് അല്ല കുറുക്കൻ, അങ്ങനെ കൊറേ പേരുണ്ട് കാട്ടിലല്ലേ. കാട്ടിൽ രാജാവായിരുന്നു സിംഹം. പക്ഷെ സിംഹം മരിച്ചുപോയി. എന്റെ കുറുക്കനായി. കുറുക്കൻ എന്ത് ചെയ്തു? നീല വെള്ളത്തിൽ വീണിട്ട് എഴുന്നേറ്റ് വന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അറിയാതെ പോയി. അങ്ങനെ എന്ത് ചെയ്തു? കുറുക്കന്റെ കള്ളത്തരം പിടികൂടി, വെളിച്ചത്തായി അല്ലേ. അതാണ് നമ്മൾ പഠിച്ച കഥ. അപ്പോ ആരാ ഇതൊന്ന് വായിക്കുക? കൈവൊക്കെ അറിയുന്നവര്. ഓക്കെ, ഹാദിയ റാഷിദ്. ഹാദിയ വായിച്ചോ. ഹാദിയ വായിക്കേ. കുറുക്കൻ രാജാവായ കഥ. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ഓരോ മൃഗവും
മറ്റു മൃഗങ്ങളുടെ ആ. പേര് പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. മൃഗങ്ങൾ ആകെ കുഴഞ്ഞു. അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. നീലമൃഗം തന്റെ വീരകഥകൾ വർണ്ണിച്ചു. അവസാനം അതിനെ രാജാവായി തിരഞ്ഞെടുത്തു. ജീവിതം വളരെ സുഖകരം. രാജകീയ ഭക്ഷണം. വേണ്ടത്ര പരിചാരകർ. ഒരിക്കൽ വയറു നിറഞ്ഞപ്പോൾ പുതിയ രാജാവ് അറിയാതെ കൂടിപ്പോയി. കുറുക്കന്റെ കൂവൽ. അപ്പോഴാണ് രാജാവിന്റെ കള്ളി വെളിച്ചത്തായത്. നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു അത്. ഓക്കെ, നെക്സ്റ്റ് ആർക്ക് വായിക്കാനാവും? ഓക്കെ, അലൻ. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തെരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ഓരോ മൃഗവും മറ്റു പേരു പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനാവില്ല. മൃഗങ്ങൾ ആകെ കുറഞ്ഞു. നെക്സ്റ്റ്, അടുത്ത. അപ്പോഴാണ് സദസ്സിലേക്കു നീല
ആ നീല നിറമുള്ള ഉം, ഒരു മൃഗം കടന്നു വന്നത്. ഓക്കെ. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. മൃഗം തന്റെ വീര കഥ വർണ്ണിച്ചു. അവസാനം അതിനെ രാജാവായി തെരഞ്ഞെടുത്തു. ജീവിതം വളരെ സുഖകരം. രാജകീയ ഭക്ഷണം, നല്ല ഉറക്കം, വേണ്ടത്ര പരിചാരകർ. ഒരു നാൾ ഒരിക്കൽ വയറു നിറഞ്ഞ പുതിയ രാജാവ് അറിയാതെ കൂവിപ്പോയി. കൂവൽ. അപ്പോൾ രാജാവിന്റെ കള്ളി വെളിച്ചത്തായത്. നീരം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ് അത്. ഓക്കെ, ഗുഡ്. കുറുക്കനായിരുന്നു, വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു അത്. ഓക്കെ, അങ്ങനെ അക്ഷരങ്ങള് ചിഹ്നങ്ങള് നോക്കി നോക്കി വായിക്കുക അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ് ആവുമ്പോഴേക്ക് മക്കളെല്ലാവരും എന്ത് ചെയ്യണം? ഒറ്റക്ക് വായിച്ച് നോക്കണം. ഓക്കെ, ചിഹ്നങ്ങളും കൂടെ കൂടി നോക്കി നോക്കി വായിച്ച തെറ്റിക്കോട്ടെ കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ തന്നെ നിങ്ങൾ വായിക്കാനാവണമെന്നൊന്നുമില്ല, നിങ്ങൾ കുഞ്ഞു മക്കളാണ്, ഇത് കുറച്ച് വലിയ പാടുമാണ്. എന്നാലും ഇങ്ങനെ ചിഹ്നങ്ങൾ നോക്കി അക്ഷരങ്ങളും കൂടെ കൂട്ടി വായിച്ച് പഠിക്കും. ഓക്കെ ഓക്കെ. ഇഫുന ഉറക്കം തൂങ്ങുന്നുണ്ടോ? ഓക്കെ, ബൈ. അടുത്ത ക്ലാസ് കാണാം കേട്ടോ. എല്ലാ മക്കളും വായിച്ച് പഠിക്കണം. ഇത് അടുത്ത ക്ലാസ്സിൽ മിസ് എല്ലാവരെയും വായിപ്പിക്കും. ഓക്കെ, ബൈ. ചായ കുടിക്കാത്തവരെല്ലാം കഴിക്കുക കേട്ടോ പോയിട്ട്. ഓക്കെ, ബൈ, സി യു.